വേഗം കോഴ്സ് പഠിക്കുന്നുണ്ടോ? കോഴ്സ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പണ്ട് ഒരു 40 ഇല്ലങ്ങളുണ്ടായിരുന്നു എന്നാണ് അതിൽ 10 ഇല്ലങ്ങളായി തുടങ്ങി. അതിൽ 5 സ്വർഗ്ഗവേദികൾ 5 സാമവേദികളാണ്. അപ്പോൾ ഈ സാമവേദികളുടെ ഒഴിക്കന്നാണല്ലോ ഞങ്ങൾ തന്നെ പറയാം. അത് ഞങ്ങൾ 2 കുടുംബക്കാരാണ്. മുട്ടുകാട്ടിൽ മാമണം, നെല്ലിക്കാട്ടിൽ മാമണം, 2 അവരാണ് ഈ താമസത്തിൻ്റെ കുറച്ച് ഇല്ലങ്ങളേ ഉള്ളൂ. ഒരു 21 ഇല്ലങ്ങളേ ഉള്ളൂ ഈ താമസ ആയിട്ടുള്ളത്. അപ്പോൾ കുറേ ഇല്ലങ്ങൾ പിന്നെ കോട്ടയം, കടങ്ങൂർ അവിടെ 9 ഇല്ലങ്ങൾ, 9 ഇല്ലങ്ങളാണ്. അവരുടെ കോഴിക്കൻ ഇവിടെയാണ്. അപ്പം അന്ന് നമുക്ക് ആ ഉപനയനം കഴിഞ്ഞാൽ 6 വയസ്സിൽ ഉപനയനം കഴിഞ്ഞാൽ അവരിവിടെ വരും. അവിടെ പഴക്കം പഠിച്ച് മാറ്റി അവിടെ വന്നിട്ട് 5 കൊല്ലം നിങ്ങൾക്ക് ഈ കാര്യമായിട്ടുള്ള പഠനമൊക്കെ ആ കാലത്ത് വേഗമൊക്കെ പഠിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ആണ് അവർ തിരിച്ചു പോവുക. അപ്പോൾ യാത്ര ഇതൊന്നും വണ്ടിയൊക്കെ ഇല്ലാത്ത കാലത്ത് വണ്ടിക്കൂടെ നടന്നിട്ട് അങ്ങനെയൊക്കെയാണ് വരിക. അങ്ങനെ ഒക്കെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഇവിടെ പാഞ്ചാല ആയിട്ട് ബന്ധപ്പെട്ടും കൊണ്ടാണ് ഒരു പാഞ്ചാല ഫുള്ളു ആസ്കോ പർക്കോളം എല്ലാ കൊല്ലവും വരും. ഇപ്പൊ 2 കൊല്ലം മുമ്പേ 2 കൊല്ലം മുമ്പ് ഒരു അന്ന് ഇവിടെ വന്നിരുന്നോ? അദ്ദേഹം വന്നപ്പോ പറഞ്ഞു എനിക്ക് അവിടുത്തെ ഗുരുനാഥന്റെ അവിടെ പോകാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഗസ്റ്റായിട്ടല്ലേ. അപ്പൊ അവരുടെ ഒരു പോലീസ് ഓഫീസറും ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ ആട്യായന സൂത്രം ബൗദ്ധായന സൂത്രം പഠിച്ചിട്ട് ഞാൻ അവിടെ പോയി. അപ്പോ അവരും ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് അവര് ഞങ്ങളെ ഈ കുടുംബത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിപ്പോ എവിടുന്ന നമുക്ക് വാങ്ങാൻ കിട്ടുക? ഇതിപ്പോ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവിടെ ചോദിച്ചാലേ കിട്ടും. അതെ, അതില് അഡ്രസ് ഞാനേ അത് കാണാൻ പറ്റുമോ നോക്കിട്ട് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസ് ആണ്. ഇതൊക്കെ എനിക്ക് കിട്ടണമെന്നായിരിക്കും നമുക്ക് എനിക്ക് വായിക്കാനൊന്നും പറ്റാത്തത് ശരിയാണ്. പിന്നെ ഞാൻ എല്ലാം വായിച്ചു. അത് മദ്രാസിൽ ഇരിക്കുമ്പോ എനിക്ക് എല്ലാം അവിടുന്ന് കിട്ടി. എല്ലാം വായിച്ചു ഞാൻ. ഇവരുടെ കണ്ടിട്ടില്ല. ഇവര് പിന്നെ വന്നായിരുന്നു ഇവിടെ. അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അല്ല, ഇത് വേറെ പുസ്തകമാണ്. വായിക്കാൻ പറ്റില്ല. Changing patterns of family and kinship in South Asia. ഞാൻ വായിച്ചു. ഈ സാധനം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ട് 2 വലിയ വോളിയം ഫുള്ള്. എന്താ ഭയങ്കര ബുക്കാണ്. ഞാൻ പറയുന്നത് നമ്മള് അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു
ഇതാണ് ഇത്. അപ്പം ഞാൻ പോയിട്ട് 2 മാസം മുമ്പായി അവിടെ ഈ ഹെൽസിംഗിയിൽ. എവിടെ ഞാൻ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറാണ് ഉണ്ടായത്. അപ്പോൾ തണുപ്പ് 0 ആയിപ്പോയി നമുക്ക് തോന്നുന്നു. അപ്പം അന്ന് പിന്നെ ബോട്ടിൽ കൂടെ പോയി. അപ്പോൾ പറഞ്ഞു അത് ഡിസംബർ അതിലെ ബസ്സാണ് ഓർമ്മ. അവരിവിടെ വന്ന് താമസിച്ചിരുന്നു. അല്ലാണ്ട് ഇത്രയും കേസ് എടുക്കാൻ കഴിയില്ലല്ലോ. എല്ലാം 2-3-4 തവണ മാസ്കോ പിന്നെ മിക്കവാറും എല്ലാ കൊല്ലം നല്ലോണം എനിക്ക് വന്നിരുന്നു. ഇപ്പം 2-3 കൊല്ലമായിട്ടില്ല. അപ്പം അവര് മാസ്കോ പറക്കോടയും മസാക്കോ ഫുജി എന്ന് പറഞ്ഞിട്ടുള്ള ജാപ്പാനീസ്, അത് ഞങ്ങൾ ജൈമിനിയ സാമവേദത്തിൽ 2-3 ശാഖകളുണ്ട്. 1000 ശാഖകളുണ്ടായിരുന്നതാണ്. അപ്പം അതിൽ ജൈമിനിയ ശാഖക്കാരാണ് മാറി. അപ്പോൾ അല്ല അവര് അത് ശാഖൊക്കെ തന്നെ ഈ ജൈമിനിയ ശാഖ ആവശ്യമായിരിക്കണം എന്നുള്ളതൊക്കെ ക്രിസ്ത്യൻ സ്കോളേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ പിന്നീട് ബനാറസിലൊക്കെ വന്നിട്ട് അങ്ങനെ ആണ് ജൈമിനി ശാഖ സജീവമായിട്ട് കേരളത്തിലുണ്ട് മനസ്സിലായിട്ടാണ് ആദ്യം മാസ്കോ പിന്നെ സ്റ്റാള് 57 അദ്ദേഹത്തിലൂടെ വന്നു. അപ്പം 57 വന്ന് അച്ഛനെ കണ്ട് ഒക്കെ ആയിട്ട് പറഞ്ഞു. പിന്നെ 71 വീണ്ടും വന്നിട്ട് അന്നൊക്കെ പറഞ്ഞ ഈ ടൈപ്പ് റെക്കോർഡ് സ്കൂള് ഒക്കെയാണ് വന്നിട്ട് മുഴുവൻ റെക്കോർഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് വേഗം മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ഒരു അതിരാത്രം സംഘടിപ്പിക്കണം എന്നുള്ളൊരു പരിപാടിയുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ശ്രമം തുടങ്ങിയിട്ട് 75-ലാണ് ആ അതിരാത്രം ഇൻ്റർനാഷണൽ കമ്മിറ്റിയിൽ ഇതിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് 75 വാസ്തവത്തിൽ അതിരാത്രം അവസാനത്ത് അതന്നെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ വളരെ വിഷമിച്ചിട്ടാണ്. എനിക്കൊരിക്കലും പറ്റില്ല എന്നൊക്കെ അത്രയും ആ രീതിയിലൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഹൈദരാബാദിൽ വെച്ച് ഇവിടുന്നുള്ള ആൾക്കാരെല്ലാം യജമാനും പത്നിയും ആ ഋത്തുക്കളും എല്ലാം അവിടെ വെച്ചാണ് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പാഞ്ഞാൾ ഗ്രാമത്തിൽ സാമവേദികൾ മാത്രമല്ലല്ലോ. അല്ല, മറ്റവരുണ്ട്. 5 ഋഗ്വേദികളും 5 പിന്നെ സാമവേദികളും. പക്ഷെ സാമവേദത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരിക്കൽ മുഴുവൻ പാഞ്ഞാളനാണ്. അപ്പോൾ പാഞ്ഞാളനായിരുന്നു അതിൻ്റെ ഒരു താമസത്തിൻ്റെ കേന്ദ്രം. ഇപ്പോഴും ഇവിടെ തന്നെയുള്ളൂ. അതാണ് അങ്ങനെ. ജൈമിനി ശരിക്കും വ്യാസന്റെ ശിഷ്യനാണ്. വ്യാസശിഷ്യനാണ്. അപ്പൊ അവരായിട്ട് കണക്ഷൻ ഉണ്ട്. അത് ഞാൻ പിന്നീട് ഇങ്ങനെ ഈ പാഞ്ചാലതായിട്ട് പിന്നെ മഹാരാഷ്ട്രയിൽ പൂനെയിലടുത്തൊരു പാഞ്ചാല എന്ന് പറഞ്ഞിട്ടൊരു, അപ്പം അതിനെപ്പറ്റിയൊരു TV-യിലൊരു പരിപാടിയൊക്കെ ഉണ്ടായി പുരാവസ്തു. അപ്പം അവിടെ ഈ ജൈമിനി എനിക്ക് ഹിന്ദിയിലാവുകൊണ്ട് മുഴുവൻ മനസ്സിലായില്ല. ഒരു പാഞ്ചാല എന്ന് പറയുന്നൊരു സ്ഥലം. അപ്പോൾ ഈ പാഞ്ചാല അവിടുന്ന് വന്നിട്ട് ഈ പണ്ട് നമ്മൾ അവിടുന്ന് വന്നാൽ ആ സ്ഥലത്തേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ. ഇപ്പം അതിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഇന്ത്യ സെറ്റ് ചെയ്താൽ അവിടെ ആ പേര് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ 2 വീടുകളുണ്ട്, കൊയിലത്ത് വെട്ടത്ത് എന്നൊക്കെ പറഞ്ഞു. അവർ കൊയിലത്ത് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്നപ്പോൾ അവർ ആ വിട്ട വീടിന് ആ പേര് കൊടുത്തു. അപ്പം അങ്ങനെ ഒരു ഗവേഷണം നടത്താൻ
അല്ല അതില് പാഞ്ചാലം ഇവിടുന്ന് അങ്ങോട്ട് പോയത് ആവാലോ അല്ലേ വേണമെങ്കിൽ വരാൻ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ അജ്ഞാതവാസ കാലത്ത് ഇവര് പാഞ്ചാലിയൊക്കെ ഇവിടെ വന്ന് താമസിച്ചു പറയുന്നുണ്ടല്ലോ, അങ്ങനെയാവാലോ പാഞ്ചാലിയുടെ അത് ഈ മുദ്ഗല ബ്രാഹ്മണരാണല്ലോ ഈ പാഞ്ചാലന്മാര്. അപ്പൊ ഈ മുദ്ഗല ഞാനതോടെ ചോദിക്കാൻ, ഈ മുദ്ഗല ബ്രാഹ്മണരുടെ ഒറിജിൻ അത് കുരു പാഞ്ചാല, കുരു നാളും പാഞ്ചാല അവിടെ കുരുവമ്പലം എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. പിന്നെ പെരുന്തൽമണ്ണ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ആവാം. പുലാമന്തോളിന്റെ അടുത്തായിട്ട് കുരുവമ്പലം. അപ്പോ ഓരോന്നൊക്കെ സാധ്യതകൾ പറയണം. അപ്പൊ ഒരു ശ്രീപുഷ്കരം എന്ന് പറയുന്നത് പാഞ്ഞാളിന് അവിടെ ശേഖരം എന്നാണ് അതിൻ്റെ പേര്. ആ ശ്രീപുഷ്കരം എന്ന് പറഞ്ഞിട്ട് ശേഖരം വായന അത് ആ പുഷ്കരത്തിൽ നിന്ന് എൻ്റെ വായിച്ചാക്കര ഇല്ല, അവരുടെ ഇല്ലായിരുന്നു, അവരുടെ ക്ഷേത്രമുണ്ട് പുഷ്കരത്തിൽ. അപ്പോൾ ആ നോർത്തിലുണ്ടല്ലോ പുഷ്കരം. അതെ, അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവണം വളരെ. ഞാൻ ചോദിക്കാൻ പറപ്പോളുടെ തിയറി അനുസരിച്ച് ദ്രാവിഡന്മാരാണല്ലോ അവിടെ പോയി അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലേ ദ്രാവിഡ സംസ്കൃതിയാണ് ഇൻഡസ് വാലി സംസ്കൃതി എന്നുള്ള തിയറി വെച്ച് നോക്കുമ്പോ നമ്മൾ അങ്ങോട്ട് ആയിരിക്കുമല്ലോ പോയി ഉണ്ടാവുക. പിന്നെ നമ്മൾ അവിടെ ഉണ്ടാക്കി, പിന്നെ അത് വലുതായി, അങ്ങനെ ആയിക്കൂടായിക്കല്ലോ. ഞാനത് എനിക്ക് ആസ്കോബർക്കോളുടെ ബുക്സ് ഭയങ്കര ഇഷ്ടം. കാരണം നമ്മുടെ അരുന്ധതി നോക്കുക എന്നൊരു ചടങ്ങുണ്ടാവും വിവാഹത്തിന് വിശേഷപ്പെട്ടത്. അതിനെ കുറിച്ച് അദ്ദേഹം പേജസ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ അരുന്ധതി എന്നുള്ള നക്ഷത്രത്തിനെ വെസ്റ്റേണേഴ്സ് കണ്ടിട്ട് ഒരു 100 കൊല്ലം കൂടി ആയിട്ടില്ല. ഇതിനെ ഈ നാട്ടുകാർ വർഷങ്ങളായിട്ട് നിരീക്ഷിച്ച് ഇൻഡസ് വാലിയിൽ ആ ചിത്രം ഉണ്ടല്ലോ, ശരിക്കും അരുന്ധതിയുടെ ചിത്രം നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇവിടുന്ന് അങ്ങടാ പോയത് എന്നുള്ള പറയണം. എല്ലാം നോക്കുമ്പോ ഭയങ്കര അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ സുഖമായി. ഞാൻ ചോദിച്ചത് വളരെ രസം വായിക്കാൻ. പ്രായമായിട്ടാ ഉപ്പൊല്ലി യാത്രകളുണ്ടോ? ഇപ്പൊ യാത്രകളുണ്ടോ അദ്ദേഹത്തിന്? അല്ലേ ഒരു പുസ്തകം പഠിക്കലുണ്ട്. അതിനെപ്പറ്റി ആ ഇമെയിലിൽ മൊബൈൽ ഫോണിലാണ് ആ ഇമെയിൽ വന്നത്. അപ്പം അത് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതിനെപ്പറ്റി അങ്ങനെ അതായത് എന്നെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഇത് വന്നത്. 84-ാം പിറന്നാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഒരു വീട്ടിൽ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. എനിക്ക് ഈ ഇമെയിൽ അഡ്രസ് വിളിച്ച് ചോദിച്ചാൽ കിട്ടുമായിരിക്കൂല്ലേ? അദ്ദേഹം എന്നോട് ചോദിച്ചാൽ ഇമെയിൽ അഡ്രസ് കിട്ടൂല്ലേ? ഇമെയിൽ അഡ്രസ് ഇവിടെ ഉണ്ട്. അല്ല അല്ല ഇമെയിൽ തപ്പണ്ട, കാരണം ബുദ്ധിമുട്ടുണ്ടാ സംസാരിക്കാം. ഫോൺ നമ്പറൊക്കെ ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ സാറിനെ വിളിക്കാം. അമ്പലത്തില് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. മോളെ നമസ്കാര മണ്ഡപത്തില് അതൊക്കെ എടുത്തു ഞങ്ങൾക്ക്. ഇവിടെ അമ്പലത്തിൽ പോയി. ഈ പുസ്തകം മലയാളത്തിയുടെ പുസ്തകം ഒരുപാട് പണ്ടത്തെ രീതിയിൽ നിന്നും എങ്ങനെയൊക്കെ മാറ്റം വന്നു എന്നുള്ള ഒരു ഇതാണ്. നമ്പൂതിരിമാരുടെ പഴയ രീതി നീളുന്ന അതിൻ്റെ പേരിൽ തന്നെ അതറിയാം. അല്ലാണ്ട് വേദമായിട്ടുള്ള അങ്ങനെയില്ല.
അതിൻ്റെ രീതി. അപ്പോൾ വർണ്ണന്റെ കാണാൻ നാടകത്തിൻ്റെ പേര്. ആ നാടകത്തിന് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകമൊക്കെ എൻ്റെ കയ്യിൽ കോപ്പിയില്ല. അവിടെ അപ്പോൾ ആസ്കോന്റെ രാമ ആ മൊബൈൽ അതിൻ്റെ വാങ്ങിച്ചില്ല. ആസ്കോന്റെ പിറന്നാളിന് ഇമെയിലാണ് പിന്നെ അതിന് ആ പുഴ അറ്റം വരെ വരുന്നുണ്ടല്ലോ. പുഴ ശരിക്കും ഇവിടേക്കെന്നെ കയറി വരുന്നുണ്ടല്ലോ. തിരുവല്ലാമല, തിരുവനന്തപുരം, തിരുനാവായ, തിരുവനന്തപുരക്കോട് പഞ്ചതീർത്ഥങ്ങളിൽ പെടും. ഇതില് പുഴയുടെ പക്കത്തുള്ള വീടാണ്. തന്നെ ആദ്യം 1964 ആഖ്യാനിന്റെയും ബൗദ്ധായനെയൊക്കെ പഠിച്ച ശേഷമാണ് ഇതിലേക്ക് ചടിക്കുന്നത്. സോ ചെറുപ്പത്തിലെ ആ ലൈൻ അങ്ങനെയാണ്, ഭയങ്കര പിടുക്കനാണ്. പിന്നെ അങ്ങനെ എല്ലാം ഒന്നും ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ താമസിക്കും. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിനും ബുദ്ധിമുട്ടില്ല അല്ലേ? നമ്മുടെ സ്വഭാവം ഞാൻ മാത്രമേ എല്ലാം കൂടി എത്തില്ല. ചിലപ്പോൾ മോട്ടറും കാര്യങ്ങളൊന്നും ഇല്ല, വെള്ളം കോരുകയാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് തളപ്പോളം വന്നിട്ട് വെള്ളം കോരും. വെള്ളക്കാരനാണ്. അപ്പൊ വെള്ളത്തിന്റെ സമ്മതിക്കാണ് ഒരു വളരെ സാത്വികനായിട്ടുള്ള എല്ലാവരും എഴുതിയത് വായിച്ചാൽ മനസ്സിലാവും നമുക്ക് വളരെ സാത്വികനാണെന്ന്. ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ ഗുരുവിടെയാണ്. അല്ല, ഒരു പൗലോസ് എഴുതിയായിരുന്നു, പൗലോസ്. അവിടെ ഫിൻലൻഡിലൊക്കെ പോയ പൗലോസ് എന്ന അവര് അവർക്ക് പാനാളെന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ അവർ യാത്രകളിൽ പുറപ്പോഴത്തേക്ക് അത്രയും അവർക്ക് ഒരു ആസ്കോ ഏർക്കറാൻ ഇട്ട പേരാണ് അവത്രാടെന്ന്. പണ്ട് അവത്രാദി എന്ന് പറഞ്ഞിട്ടൊരു സാമത്തിന്റെ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് ആസ്കോ. അപ്പോ അവത്രാടൻ അതൊക്കെ ജീവിച്ചല്ലേ, നല്ലൊരു സംസ്കാരമാണ് അതല്ലേ. പിന്നെ ഫിന്നിഷ് ഭാഷയിൽ ഒരുപാട് ദ്രാവിഡ പദങ്ങളുണ്ട്. ശരിക്കും നമ്മളുടെ ഡയറക്റ്റ് നേരെ മുകളിലാണല്ലോ, നമ്മുടെ നേരെ മുകളിലാണല്ലോ കൂടുതൽ നമ്മളെ ഞാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു പാഞ്ഞാല് വന്നിട്ട് വരാറുണ്ട്. അതിരാത്രി വരുമ്പോൾ അങ്ങനെ പോകല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് കണ്ടു എന്നാലും സമയവും നമ്മൾ ഈ ജോലി ഇപ്പോഴാണ് റിട്ടയർ ചെയ്തിട്ടുള്ളൂ. റിട്ടയർ ചെയ്ത കുറച്ച് സ്വസ്ഥായി, അപ്പോഴല്ലേ ഇങ്ങനത്തേനൊക്കെ കുറച്ചുകൂടി നമുക്ക് സമയം കിട്ടും. എന്നാലും ഉപദേശത്തൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ഇരുന്ന് എഴുതി പഠിച്ച് അല്ല അങ്ങനെ അല്ലാണ്ട് നമുക്ക് എല്ലാം കഴിഞ്ഞ് ചെയ്യാൻ വിചാരിച്ചാൽ സാധിക്കില്ല. അദ്ദേഹം അത് അങ്ങനും ഈ ഇതിനെപ്പറ്റി സാമൂഹ്യത്തിനെപ്പറ്റി ജൈമിനീയ ഉപനിഷത്ത് ബ്രാഹ്മണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മിക്കവാറും ആദ്യത്തെ ഉപനിഷത്ത് ഇതാണെന്നാണ് നമ്മളുടെ ഒരു പുസ്തകം. ജൈമിനി അതായത് ആ
ആ ബ്രാഹ്മണങ്ങൾ നമുക്ക് അതിൻ്റെ ഉപനിഷത്തിലേക്കുള്ള അതുണ്ടല്ലോ അതിൻ്റെ ആ ആക്കി പുഷ്പസൂത്രങ്ങളുണ്ടല്ലോ പുഷ്പസൂത്രങ്ങൾ അതിനെ പറ്റിയിട്ട് ഇദ്ദേഹം കുറെ എഴുതിയിട്ടുണ്ടല്ലോ. അതിന്നാണ് ഈ എന്താ പറയാ നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ പോലും നൊട്ടേഷൻ ഈ സാമവേദത്തിന്റെ പുഷ്പസൂത്രത്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കണമെന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പാടുന്ന ക്ലാസിക്കൽ മ്യൂസിക് അതതിന് വന്നതാണ്. നല്ലൊരു നല്ല ആർട്ടിക്കിൾസ് ആണ് എഴുതുന്നവർക്ക് വായിക്കാൻ സുഖമുള്ള സാധനങ്ങളാണ്. നമ്മൾ ചില ജന്മങ്ങളാണ് നമ്മൾക്ക് ഓർമ്മകളല്ലാണ്ട് അമേരിക്കൻ മ്യൂസിക്കോളജിസ്റ്റ് അതിൻ്റെ ഫോട്ടോസ് അതായത് ആ കൈ കാണിച്ചതും എവിടെയും കണ്ടിട്ടില്ല. ഈ പുസ്തകമൊന്നും കിട്ടിയില്ല. ഞാൻ ഈ പുഷ്പസൂത്രമൊക്കെ എനിക്ക് കിട്ടിയതേ മറ്റേ തിയോസഫിക്കൽ സൊസൈറ്റി ലൈബ്രറിന്നാണ്. അതിന് ഇത് കണ്ടില്ല. പിന്നെ അവിടെ പോയി കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛന് രാഷ്ട്രപതിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടുക വാങ്ങാൻ ഇതൊക്കെ കിട്ടുക ഔട്ട് ഓഫ് പ്രിന്റ് ആയിട്ടാവും. അപ്പൊ പുറത്തുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്താലേ ഒന്ന് വായിക്കാൻ പറ്റണ്ടേ? ഞാൻ പഠിച്ചിരുന്നു മെഡിസിൻ. അപ്പൊ എന്നോട് പറയും അവരുടെ മക്കളെ പഠിച്ചിട്ടില്ല പറയുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ചോദിച്ചു നമ്മൾ മക്കളെ പഠിപ്പിക്കണ്ടല്ലോ. ആ ഒരു സമയം അങ്ങനെയായിരുന്നു. അന്നിപ്പോ EMS-ന്റെ ഒക്കെ കാലത്തായിരിക്കും അദ്ദേഹം ഒന്നും വേണ്ടാന്ന് കുറച്ചുകൂടെ പറ്റിയിട്ടുണ്ട്. അതായത് കാലത്തിന്റെ മാറ്റം ഒട്ടും ഉൾക്കൊള്ളാണ്ട് ഉള്ളൊരു അപ്പൊ അതിന്റെ സ്പിരിറ്റ് പോയിട്ട് അതിന്റെ അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ പഴയത് മുഴുവൻ ധിക്കരിച്ചു. അത് നമ്മളെ അത്രയും വല്ലാണ്ടതായോ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അന്ന് അങ്ങനെ ആ ഒരു ഘട്ടം വന്നു. ആ ഏറ്റവും മനസ്സിലാക്കാൻ നമ്മൾ അതിൻ്റെ ആ അതോ അതിൻ്റെ
ഔട്ടർ ഇതിൽ മാത്രമേ ഉള്ളൂ. തിരിച്ചില്ലാണ്ട് അത് പോയി നഷ്ടപ്പെട്ട് അപ്പൊ ആ ഒരു ആചാരമായിട്ട് മാറിയോന്നല്ലേ? പഴയതിനൊക്കെ അങ്ങനെയാണ് മാർക്സിസവും ഞാൻ അതാ ചോദിച്ചത്. ആ ഒരു കാലമാണ്. പിന്നെ അല്ല ആ സമയത്ത് പിന്നെ വേദം പഠിപ്പിക്കുന്ന അമ്പലങ്ങൾക്ക് ഒന്നും സ്വത്തും ഇല്ലാണ്ടല്ലോ, ഭക്ഷണം കൊടുക്കാനില്ലാണ്ടായി. അതിന്റെ പ്രശ്നമാണ്. അതിന് മുമ്പ് തന്നെ മറ്റുള്ള രീതിയിൽ വേണ്ടാന്നായി. അങ്ങനെ പിന്നെ അങ്ങനെ നമ്മുടെ സാമൂഹ്യത്തില് ഈ സംഹിത എന്ന് പറഞ്ഞാൽ ആ പിന്നെ ഗ്രാമഗേയം, ആരണ്യകം, പിന്നെ ഊഹവും ഊഷാണി അത് ഈ സംഹിതയിൽപ്പെടില്ല. വൃക്ക് പിന്നെ ആദ്യത്തെ വൃക്ക്, പിന്നെ ഗ്രാമഗേയം, ഈ ആരണ്യകം, ഇതാണ് സംഹിത. അത് കഴിഞ്ഞിട്ട് ഊഹം, ഊഷാണി, രഹസ്യാണെന്നൊക്കെയാണ് അതിന് പറയാം. ഊഹത്തിന് അത് ഈ ഊഷാണി എന്നുള്ളത് അച്ഛനോട് വിളിക്കുകയും അച്ഛൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊരു പ്രമാണമാണ്. അത് കഴിച്ചൊരു അല്ലെങ്കിൽ അത് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം റെക്കോർഡ് ചെയ്തതുകൊണ്ട് അങ്ങനെ വീഴുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊക്കെ ഈ മുറജപത്തിനൊക്കെ ഈ സംഹിത മാത്രം മതിയല്ലോ. അങ്ങനെ ഈ കൗതുകികളുടെ നമ്മുടെ എന്താ ജൈവികളുടെ ഇതിന്റെ വ്യത്യാസങ്ങൾ ശരിക്കും വ്യത്യാസം ഉണ്ടാവും. ഭക്ഷണത്തെ സംബന്ധിച്ച് അതിന്റെ ക്രമത്തിലൊക്കെ കുറച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന് മാറ്റങ്ങളില്ല. സ്വരസ്ഥാനത്തിലൊക്കെ മാറ്റം, ചില മാറ്റങ്ങളുണ്ട്. പ്രധാനമായിട്ട് പിന്നെ ഈ ഷോഡശ ക്രിയകളിലൊക്കെയാണ് വളരെ മാറ്റങ്ങളുള്ളത്. ക്രിയാദികളൊക്കെ ഉണ്ടല്ലോ. ചടങ്ങ് എന്ന് പറയുന്ന അതിൻ്റെ തമിഴ്നാട്ടിൽ പൂർണ്ണമായിട്ട് കൗതുകിയുള്ളൂ. കുറച്ച് ലൈനിയുണ്ട്. അപ്പൊ അത് എന്താണ് ചിത്തക്കുടി ഒക്കെയാണ്. അത് പക്കോടെ ഉണ്ട്. പക്കോടെ അത് തഞ്ചാവൂര് ഭാഗത്താണ്. അവിടെ കുറച്ച് പിന്നെ കൊടുന്തരപ്പള്ളി ഉണ്ടല്ലോ അവിടെ. ആ കൊടുന്തരപ്പള്ളിയും ജാമിനിക. പക്ഷെ അത് പുറത്തോളൊക്കെ ഉണ്ടായി. നമ്മുടെ ചടങ്ങിനൊക്കെ സംബന്ധിച്ച് ഭക്ഷണത്തെ സംബന്ധിച്ച് മറ്റും ആ ഏറ്റവും പഴയ രീതിയിൽ ഫോളോ ചെയ്യുന്നത് നമ്പൂതിരിമാരാണ്. അതാണ് അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് കാരണം. ഇവിടെ ഹാരിപാടെന്ന് പറയുന്ന ഒരു ക്രിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ കൊടുന്തരപ്പള്ളിയും പോയിട്ടുണ്ട്. അപ്പൊ അതിലെ ദേശീയസൂത്രം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ മലയാളത്തിൽ ചടങ്ങ് ആക്കിയിട്ടുണ്ട്. അതിന്റെ അവിടെ എടുത്തപ്പോൾ അതിനിടയ്ക്ക് ചില മണികുത്തി പൂജകൾ ചേർത്താണ്. അപ്പൊ അത് പകയും കൗശീലകനും അങ്ങനെ രണ്ടാമത്തിലൊരു വിഭജനാണ്. പക്ഷെ ബൗദ്ധായൻ ഒക്കെ ഇതുപയോഗിച്ച് ബൗദ്ധായൻ ഈ ഏരിയയായിട്ട് കൂടുതൽ ബന്ധം രുചിക്കായുള്ള അഗ്നിഹോത്രിയുടെ അവസാനം അഗ്നിഹോത്രിയുടെ മകളുടെ മകനൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ്. അപ്പൊ അവര്